ആദികേശവനിലേക്ക്. ശ്രീ ആദികേശവൻ, നമുക്കാദ്യം GST പരിഷ്കരണമുണ്ടാക്കുന്ന മാറ്റങ്ങൾ പറഞ്ഞു തുടങ്ങാം എന്ന് തോന്നുന്നു. അതെ, അതായത് ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ള, സർക്കാരല്ല ശരിക്കും പറഞ്ഞാൽ GST കൗൺസിൽ മുഖാന്തരം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകൾ എല്ലാം കൂടി എടുത്തിട്ടുള്ള തീരുമാനത്തെ ഒരു പരിഷ്കരണം മാത്രമല്ല, ചരിത്രപരമായ ഒരു പരിഷ്കരണം എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അത് സത്യമാണ് താനും. കാരണം നമ്മളിതിൻ്റെ ഇമ്പാക്റ്റ് ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ വസ്തുക്കൾക്ക്, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഈ ടാക്സ് കുറയുന്നത് എന്നതടക്കമുള്ള മൊത്തം കണക്കുകൾ ഏകദേശം പത്രത്തിൽ കൂടിയും മറ്റ് മാധ്യമങ്ങളിൽ കൂടിയൊക്കെ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും സാധാരണ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ഇമ്പാക്റ്റുള്ള, പ്രത്യാഘാതമുള്ള ഒരു നടപടിയാണ് മൊത്തത്തിൽ ഈ GST പരിഷ്കരണ തീരുമാനം. അപ്പോൾ 2 എഫക്റ്റീവ് റേറ്റ്, അതായത് ഒരു രാജ്യം മുഴുവനും 17 മുമ്പായിട്ട് നമുക്കറിയാവുന്നതുപോലെ വിവിധ സ്റ്റേറ്റുകൾ വിവിധ സെയിൽസ് ടാക്സ് നിരക്കുകൾ ഉണ്ടായിരുന്നു. ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക് കടത്താനായിട്ട് ചെക്ക് പോസ്റ്റും അങ്ങനെ പല പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനെ മാറ്റിക്കൊണ്ടാണ് GST വന്നത്. പക്ഷേ GST വന്നപ്പോൾ തന്നെ ഒരഭിപ്രായമുണ്ടായിരുന്നു, ഈ കോംപ്ലക്സിറ്റി, അതായത് റേറ്റ്സിൻ്റെ സങ്കീർണതയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇത് പാടില്ല, ഒറ്റ റേറ്റോ അല്ലെങ്കിൽ 2 റേറ്റോ ഒക്കെ ആയിട്ട് മാറ്റണം ഇതിനെ എന്നുള്ള ഒരു വാദഗതി അന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയെ പോലെ ഡൈവേഴ്സായിട്ടുള്ള പലതരം സ്വഭാവങ്ങളുള്ള കൺസ്യൂമർ ക്ലാസ് പല സ്റ്റേറ്റ്സിലുമുണ്ട്. ഒരു സംസ്ഥാനത്തെ രീതി അല്ല വേറൊരു സംസ്ഥാനത്തെ രീതി. വലിയ ഒരു രാജ്യം, ഒരു കോണ്ടിനെൻറ്റിനെ പോലെയുള്ള ഒരു രാജ്യം, ശരിക്കും പറഞ്ഞാൽ ഒരു ഭൂഖണ്ഡം പോലെയുള്ള ഒരു രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് പെട്ടെന്നൊരു തീരുമാനം ഒറ്റ റേറ്റിലേക്ക് പോകാൻ സാധ്യമല്ല. പക്ഷേ 8 വർഷത്തിന് ശേഷം ഈ ഒരു നടപടി നമ്മുടെ GST കൗൺസിൽ എടുത്തു. തീർച്ചയായും എല്ലാവരും സമ്മതിക്കുന്നത് വളർച്ചാ നിരക്കിനെ അനുകൂലമായി ബാധിക്കും. ദേശീയ വളർച്ചാ നിരക്ക് ഒരു 0.5% തൊട്ട് 1% വരെയൊക്കെ കൂടുവാനായിട്ട് സാധ്യതകളുള്ള ഒരു നടപടിക്രമമായിട്ടാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞരും അനാലിസിസ് ചെയ്യുന്ന റിസർച്ച് വിങ്സും ഒക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്കറിയാവുന്നതുപോലെ എല്ലാ മേഖലകളും സാധാരണക്കാരന് പ്രത്യേകിച്ചും ഗുണം ചെയ്യുന്ന രീതിയിൽ സാധാരണ നിത്യോപയോഗ സാധനങ്ങളുണ്ടല്ലോ, സോപ്പ്, എണ്ണ, അല്ലെങ്കിൽ ടോയ്ലറ്ററീസ്, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ് അടക്കം, അതേപോലെ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷ, പിന്നെ ചെറിയ കാറുകൾ, അതായത് ഇപ്പോൾ മാരുതി വാഗൺ ആർ അല്ലെങ്കിൽ ഹ്യുണ്ടായി i20 ഇതൊക്കെ ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് മാരുതി വാഗൺ ആറിന് ഏകദേശം 30,000-40,000 രൂപ വില കുറയും. സാധാരണ, അതായത് ഇതൊന്നും വലിയൊരു ലക്ഷറി ഐറ്റം അല്ലല്ലോ. ഇന്ന് മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്കൊക്കെ കാറുണ്ട്. സാധാരണ അവർ നോക്കുന്ന ചെറിയ കാറുകളിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട എല്ലാത്തിനും വില 40,000, 50,000. i20യുടെ ഞാൻ നോക്കിയപ്പോൾ 70,000-ഓളം വില കുറയുന്നു. മാരുതി സുസുക്കിയുടെ ചെയർമാൻ ശ്രീ RC ഭാർഗവ അദ്ദേഹം പറയുന്നത് സെയിൽസിൻ്റെ കാര്യത്തിൽ ചെറുകിട അല്ലെങ്കിൽ ചെറിയ കാറിൻ്റെ സെയിൽസിൻ്റെ കാര്യത്തിൽ ഏകദേശം 10% വർധന ഉണ്ടായേക്കാം എന്നാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നത്. കാർഷിക മേഖലയ്ക്കാണെങ്കിൽ ട്രാക്ടറിൻ്റെ ടാക്സ് അതും 18-ൽ നിന്നും 5 നിർമ്മാണ മേഖലയിൽ നമ്മുടെ സാധാരണ എല്ലാവർക്കും അഫോർഡബിൾ ഹൗസിംഗ് അടക്കം വീട് വയ്ക്കുന്ന എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമാണ്. സിമെൻറ്റിൻ്റെ GST 18-ൽ നിന്നും 5 കൂടാതെ ഗ്രാനൈറ്റ്, അതായത് മാനുഫാക്ചേർഡ് അല്ലാത്ത സാധനങ്ങൾ, ഗ്രാനൈറ്റ് സ്ലാബ്സ്, പിന്നെ സ്റ്റോൺ സ്ലാബ്സ്, ഇതിനൊക്കെ 18-ൽ നിന്നും 5 വരുന്നു. പിന്നെ മറ്റുള്ള മേഖല നമ്മുടെ ഗാർമെൻറ്റ്സ് 2,500 രൂപ വരെ വിലയുള്ള സാധാരണ മേടിക്കുന്ന ഗാർമെൻറ്റ്സ്, തുണിത്തരങ്ങൾക്ക് നിരക്ക് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സർവ്വതല സ്പർശിയായ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു നടപടിക്രമമായിട്ടാണ്
ചരിത്രപരമായ ഒരു മാറ്റമായിട്ടാണ് പൊതുവെ ഇത് കാണപ്പെടുന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിന് മൊത്തത്തിലും വളർച്ചയ്ക്ക് ഗുണം ചെയ്യും. അതും ഇപ്പോൾ കൃഷ്ണരാജ് ആമുഖമായി പറഞ്ഞത് ശരിയാണ്. കാരണം US ടാരിഫിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ വളർച്ചാ നിരക്കിനെ ബാധിക്കുമോ, നമ്മുടെ യൂണിറ്റുകളെ കയറ്റുമതി മേഖലയിലുള്ള പലതരം യൂണിറ്റുകളെ ബാധിക്കുമോ എന്നുള്ള ആശങ്ക ഇന്നുമുണ്ട്. ഡയറക്റ്റായിട്ട് അത്തരം യൂണിറ്റുകളെ സഹായിക്കുവാനുള്ള നടപടിക്രമങ്ങൾ ഇതിലില്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മളത് അറിയുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് മറൈൻ എക്സ്പോർട്സ്, ആ മേഖലയ്ക്ക് കുറേ സപ്പോർട്ട് മെഷേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് കയറ്റുമതി മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ നടപടിക്രമത്തിൽ കൂടി നമുക്ക് നേരിടുവാൻ സാധിക്കുകയില്ല, അതെല്ലാവർക്കും അറിയാം. അതിനുള്ള ഒരു പറ്റം നടപടിക്രമങ്ങൾ വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ആ കയറ്റുമതി മേഖലയിൽ പ്രതീക്ഷിച്ചതിൽ ഉണ്ടാവുന്ന ഒരു ഇടിവിനെ നികത്താനായിട്ടുള്ള വളർച്ചയ്ക്കുള്ള ഒരു ബൂസ്റ്റായിട്ട് മൊത്തത്തിൽ ഈ GST പരിഷ്കാരങ്ങളെ, GST 2.0 എന്ന് പറയുന്ന ഈ പരിഷ്കാരങ്ങളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരും, വളരെ പ്രധാനപ്പെട്ട കാര്യം GST കൗൺസിലിൻ്റെ ഈ തീരുമാനം നമ്മുടെ സംസ്ഥാനത്തിലെ അടക്കം ധനമന്ത്രി പുറത്തു വന്നിട്ട് നമ്മുടെ റവന്യൂ കുറയും സംസ്ഥാനത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞെങ്കിലും GST കൗൺസിലിൻ്റെ തീരുമാനം ICയുടെ ചെയർമാൻ പറഞ്ഞത് ഇത് യുനാനിമസ് ആയിരുന്നു. ഏകകണ്ഠമായി സംസ്ഥാനങ്ങളെല്ലാവരും കേന്ദ്ര സർക്കാരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഈ GST പരിഷ്കാരം. വളർച്ചയ്ക്കുതകും, പക്ഷെ വരുമാനത്തിൽ കുറവ് വരും എന്ന് തന്നെയാണ് അതായത് ഒരു ആശങ്കയുള്ളത്. അത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഒക്കെ വരുമാനത്തിൽ ചെറിയ തോതിലുള്ള കുറവ് നമുക്ക് അനുഭവപ്പെടും എന്നുള്ള ഒരു ഒരു വാദമുണ്ട്. പക്ഷേ അതിനെ കൂടുതൽ വളർച്ച വരുന്നതോടുകൂടി ഉൽപ്പാദനം കൂട്ടിക്കൊണ്ട് അതേപോലെ സെയിൽസ് കൂട്ടിക്കൊണ്ട് ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നത് മൂലം ആ കുറഞ്ഞ വരുമാനത്തിനെ മറികടക്കുവാനുള്ള സാധ്യതയും ഈ നടപടികളുടെ ഭാഗമായിട്ട് നമുക്കുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇതിനെ ഒരു രീതിയിലും ആരും ഇതിനെ കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടില്ല, ഇൻക്ലൂഡിങ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ശ്രീ P. ചിദംബരം, വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നടപടിക്രമങ്ങളെ പൂർണ്ണമായിട്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ വൈകിപ്പോയി, 8 വർഷം മുമ്പേ ഉണ്ടാകേണ്ട ഒരു നടപടിയായിരുന്നെന്ന് പറയുന്നു. പക്ഷെ അവിടെ എൻ്റെ ഒരു വീക്ഷണം, ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ വിപ്ലവകരമായ മാറ്റങ്ങൾ പടിപടിയായിട്ട് ക്രമമായിട്ട് മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. അവിടെ പലതരത്തിലുള്ള വീക്ഷണങ്ങളും പലതരത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്സും ഒക്കെയുണ്ട്. എല്ലാവരെയും നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി മാറ്റം വരുത്തുന്നതാണ് അഭികാമ്യം. രാജ്യം ഒറ്റക്കെട്ടായി പുരോഗതിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ഈ നടപടികളെ സ്വീകാരം ചെയ്യുന്നത് അതിൻ്റെ ഒരു തെളിവായിട്ട് വേണമെങ്കിൽ നമുക്കെടുക്കാം. ഒരു പക്ഷെ നേരത്തെ ഇതേപോലത്തെ മാറ്റങ്ങൾ 2018-ലോ 2019-ലോ ഒക്കെ വന്നിരുന്നെങ്കിൽ GSTയുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് GSTയുടെ സ്ട്രക്ചർ പോലും 6-7 വർഷം എടുത്തു അത് സ്റ്റെബിലൈസ് ചെയ്യാൻ. ഇപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കൾ വ്യവസായത്തിലുള്ളവരും സംരംഭകരും അതേപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസും എല്ലാം പറയുന്നത് GST സിസ്റ്റം സ്റ്റെബിലൈസ് ചെയ്തു. അതിൻ്റെ IT സിസ്റ്റം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു. അപ്പോൾ ആ ഒരു ബാലൻസ് വന്നതോടുകൂടി, ഒരു സ്റ്റെബിലിറ്റി വന്നതോടുകൂടി അടുത്ത നടപടിക്രമങ്ങളിലേക്ക് അടുത്ത സ്റ്റെപ്പ് ഓഫ് റിഫോംസ് അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി നീങ്ങുവാനുള്ള സമയമായി. ആ നീക്കം നമ്മളെല്ലാവരും കൂടി നടത്തിയിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് എനിക്ക് ആമുഖമായിട്ട് തോന്നുന്നത്. അപ്പോൾ വളർച്ചയ്ക്ക് സപ്പോർട്ട്, സാധാരണക്കാർക്ക് ഗുണം, മൊത്തത്തിൽ എല്ലാ വിഭാഗത്തിലും പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഗുണം കിട്ടുന്ന ടാക്സ് റിഡക്ഷനാണ് ഇതുമൂലം, ഒരു ബഡ്ജറ്റിന് സമാനമായ തീരുമാനം മൂലം നമുക്ക് ഇവിടെ ഉണ്ടാവാനായിട്ട് പോകുന്നത്. യെസ്, ഞാൻ